നമസ്കാരം. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ലൈറ്റ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ട് ഈ സീരീസിലത്തെ 4th എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലൈറ്റ് ലെവൽ അനുസരിച്ച് ഇൻഡോറിനെ 3 കാറ്റഗറി ആയിട്ട് നമ്മൾ തരംതിരിച്ചു. മീഡിയം ഡാർക്ക് ഏരിയ ആൻഡ് ഡാർക്ക് കോർണർ. ഇവിടെ എല്ലാ ചെടികളും വളരില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് അവിടെ വളർത്താൻ സാധിക്കുന്ന ചെടികൾ പറഞ്ഞു തരാനുള്ള കടമ എനിക്കുണ്ട് അല്ലേ. ഇന്നത്തെ ടോപ്പിക് അതാണ്, വെളിച്ചം കുറവുള്ള സ്ഥലത്ത് വളർത്താൻ സാധിക്കുന്ന ചെടികൾ. വീഡിയോ കാണാം. ഇനി കാണാൻ പോകുന്ന ചെടികൾ മീഡിയം ഡാർക്ക് ഏരിയയിൽ മാത്രമല്ല, ഡാർക്ക് കോർണർ, അതായത് 30% മാത്രം വെളിച്ചം കിട്ടുന്ന ഭാഗത്തും വയ്ക്കാവുന്ന ചെടികളാണ്. മോൺസ്റ്റീറ ഡെലിസിയോസ വാങ്ങുമ്പോൾ അത് ട്രൂ ബ്രീഡാണോ എന്ന് ഉറപ്പിക്കാനായിട്ട് അതിൻ്റെ പീറ്റിയോളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ട്രൂ ബ്രീഡിൽ മാത്രമാണ് ഇതേപോലെ റഫിൾസ് കാണാൻ സാധിക്കുകയുള്ളൂ.
സെബ്രീന പെൻഡുലയുടെ ഇലയുടെ നിറം വെളിച്ചത്തിൻ്റെ ലഭ്യത അനുസരിച്ച് മാറും. ലൈറ്റ് ഏരിയയിൽ നല്ല പർപ്പിൾ കളറാണെങ്കിൽ വെളിച്ചം കുറയുന്നതിനനുസരിച്ച് അതിൽ ഗ്രീൻ കളർ കൂടി വരും. ഇലകൾ ഗ്രീൻ കളറാവുമെങ്കിലും കുറഞ്ഞ വെളിച്ചത്തിലും ഈ ചെടി വളരും. ഇനി ഈ ലിസ്റ്റിൽ 2 ചെടികളും കൂടി ഉണ്ട്, പക്ഷെ എനിക്കതിൻ്റെ വീഡിയോ എടുക്കാൻ സാധിച്ചില്ല. സോ ഇമേജസ് ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ ലൈറ്റ് ഏരിയ, മീഡിയം ഡാർക്ക് ഏരിയ, ഡാർക്ക് കോർണർ ഇതെല്ലാം എന്താണെന്നും അവിടെയൊക്കെയുള്ള ലൈറ്റിൻ്റെ ലെവൽ എങ്ങനെയാണെന്നും മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഡോർ ഗാർഡനിങ് സീരീസിലെ 4th എപ്പിസോഡ് ഈ ലൈറ്റ് റിക്വയർമെൻ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ സീരീസിലെ 7th എപ്പിസോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. 6 എപ്പിസോഡിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പറയുന്നത് അനാവശ്യം തോന്നിയതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. പക്ഷേ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.